ഇന്നൊരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടുള്ള കേട്ടോ. എവിടേക്കാണെങ്കിൽ എടക്കൽ ഗുഹ കാണാനാണ്. വയനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എടക്കൽ ഗുഹ. നമ്മൾ വരുമ്പോൾ തന്നെ അവിടുന്ന് പാർക്കിങ്ങിൻ്റെ പൈസയും വാങ്ങും, ഒപ്പം പാർക്കിംഗ് ചെയ്യേണ്ട സ്ഥലവും അവർ പറഞ്ഞു തരും. 20 രൂപ കേട്ടോ പാർക്കിങ്ങിന് വരുന്നുള്ളൂ. ബൈക്കിലാണ് ഞാൻ പോയത്, ബൈക്കിൻ്റെ റേറ്റാണ് 20 രൂപ. അങ്ങനെ എനിക്ക് 6ാമത്തെ പാർക്കിംഗ് നമ്പറാണ് കിട്ടിയത്. ഞാനവിടെ വണ്ടിയൊക്കെ വെച്ചു, മെല്ലെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കിലോമീറ്ററാണ് മുകളിലേക്ക് കയറാനുള്ളതെന്ന്. ഈ 1 കിലോമീറ്റർ നല്ല കുത്തനെയുള്ളൊരു കയറ്റം കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലൊരു പാറ കാണാം കേട്ടോ. അവിടെ ഇടയ്ക്കൽ നിന്നൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പണ്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, ഇതിപ്പോൾ അടുത്തെങ്ങോ ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇനി ഇടയ്ക്കലിനെ കുറിച്ച് പറയാം. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലെ അമ്പുകുത്തി മല എന്ന് പറയുന്നൊരു മലയുണ്ട്. ആ മലയിൽ 2 പ്രകൃതി ജന്യമായ 2 ഗുഹകളാണ് എടക്കൽ കേവ്സ്. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലുള്ള ലിഖിതങ്ങളാണ് ഈ ഗുഹയിലുള്ളത്. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴയ ശിലാലിഖിതങ്ങളാട്ടോ ഇവിടെയുള്ളത്. പിന്നെ ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഉള്ളത്. ശരിക്കും ഇത് ഗുഹ ഏതെങ്ങനെയാണെന്ന് വെച്ചാൽ, വലിയ 2 പാറകൾ, അതിൻ്റെ മുകളിൽ വേറെ ഒരു വലിയ പാറ വന്നിട്ട് വീണ് ഉറച്ചതാണ്. അങ്ങനെയാണ് ഗുഹയായി മാറിയത്. പിന്നെ ഈ ഗുഹയ്ക്ക് എടക്കൽ എന്ന് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ, 2 പാറയുടെ ഇടയിലേക്ക് വീടുന്നൊരു പാറ, അങ്ങനെയാണ് എടക്കൽ എന്ന് പറയുന്ന പേരിൽ നിന്നാണ് എടക്കൽ ഗുഹ ഉണ്ടായത്. എടക്കലിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. അങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഓൾമോസ്റ്റ് പകുതി ആവാറായിട്ടോ. പിന്നെ വയനാട്ടിലെ ക്ലൈമറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പോയത് നല്ല വേനലിലാണ്. എന്നാലും നമ്മൾ നടന്നു പോകുമ്പോൾ വലിയൊരു ചൂടൊന്നും അനുഭവപ്പെടില്ല. പിന്നെ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് നടക്കാനും പറ്റും. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മളീ പോകുന്ന വഴിക്കൊന്നും അറിയില്ലെങ്കിലും ആ ഗുഹയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്താറാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് എൻട്രൻസ് വരണത്. ഇവിടെ 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. അങ്ങനെ പൈസയും കൊടുത്ത് ഞാൻ മെല്ലെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ കയ്യിൽ വെള്ളം കുപ്പി ഉണ്ടെങ്കിൽ അതവിടെ കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ നിന്ന് പൈസയും വാങ്ങി നമ്മളെ വിടും. തിരിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും വേണം, പൈസ തിരിച്ചു വാങ്ങും വേണം. അങ്ങനെ കേട്ടോ. അതൊരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേസ്റ്റ് അത്രയും കുറയ്ക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് ചെയ്തത്. പിന്നെ കയറി തുടങ്ങി. അത്യാവശ്യം ഗംഭീര തിരക്കാണ്. കയറാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നടന്ന് കയറുമ്പോൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് നല്ല തിരക്കൊരു ക്യൂ പോലെയാണ് അവിടെ. പിന്നെ ഒരു ആൾ മുകളിൽ നിന്ന് നമ്മളെ വലിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്കൊക്കെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് വലിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ കൂടുതൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരില്ല കേട്ടോ. തമിഴ്നാട്, കർണാടക അങ്ങനത്തെ സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരാണ്. പിന്നെ പുറത്തുനിന്നുണ്ട് ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവിടെ കണ്ടൊരു മോശം സ്വഭാവം എന്തായിരുന്നെങ്കിൽ, അവിടെ സംസാരിക്കുക, ഓളിയിടുക, പിന്നെ അങ്ങനെ കൈയടിക്കുക, എല്ലാവരും കൂടെ ആർത്തുല്ലസിക്കുക, ഇതൊന്നും അവിടെ ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ ആര് കേൾക്കാൻ. അങ്ങനെ ഫസ്റ്റ് ഗുഹയുടെ അകത്ത് എത്തിയിട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അധികം നേരം അവിടെ നിന്നില്ലേ, കാരണം നല്ല തിരക്കായിരുന്നു. അവിടുന്ന് ഉള്ളിലേക്കൂടെ കയറിയിട്ടാണ് 2ാമത്തെ മെയിൻ ഗുഹയിലേക്ക് പോണത്. ആദ്യത്തെ ഗുഹയിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒരു ഗുഹ എന്ന് പറയുന്നൊരു ഫീലിങ്സ് അവിടെ കിട്ടും. എനിക്കത് കണ്ടപ്പോൾ ശരിക്ക് മഞ്ഞുമൽ ബോയ്സിലൊരു ഗുഹയില്ലേ, അതുപോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു. ചെറിയൊരു കുഴിയും അങ്ങനെയൊക്കെ. അപ്പം ഞാനങ്ങനെ മെല്ലെ അവിടുന്ന് മുകളിലേക്ക് കയറി തുടങ്ങി. എല്ലാം വളരെ സ്ലോ ആട്ടോ, കാരണം നമ്മൾ മുന്നിൽ പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രയോറിറ്റി കൊടുക്കണ്ടേ. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറി ഗുഹയുടെ പുറത്തെത്തി. ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയിട്ടോ മഞ്ഞുമൽ ബോയ്സിലെ കുഴിയാണെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറാനുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സ്റ്റെയറുകളാണ് കേട്ടോ. മൊത്തം സ്റ്റെയറാണ് അവിടുന്ന് അങ്ങോട്ട്. കുത്തനെയുള്ള സ്റ്റെയർ എന്ന് തന്നെ പറയാം. അതുപോലെ അങ്ങ് മേലേക്ക് പോവാണ്. ഇതിൻ്റെയും ടോപ്പ് ഭാഗത്താണ് ശരിക്കുള്ള ഗുഹയും ശിലാലിഖിതങ്ങളൊക്കെ വരുന്നത്. അങ്ങോട്ട് കയറാനും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഗുഹയുടെയും അവിടെ എത്താറായിട്ടോ, പകുതിയൊക്കെ എത്തി. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. നല്ല ദൂരത്തേക്ക് സുൽത്താൻ ബത്തേരിയുടെയും പിന്നെ അത് ആ ഭാഗങ്ങളൊക്കെ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ ശരിക്കും കണ്ടു തുടങ്ങി. ഇവിടുന്ന് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞ വ്യൂ പോയിന്റ് കണ്ടിട്ട് കുറെ നേരം നിൽക്കണതല്ല കേട്ടോ. മുകളിലേക്ക് പോകാനുള്ള തിരക്ക് കൂടുതലായതുകൊണ്ട് സ്റ്റക്കായി പോണതാ.
അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ താഴേക്ക് കണ്ടു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഗുഹയുടെ എൻട്രൻസിലെത്തി. ഇതാണ് മെയിൻ ഗുഹ. നമ്മൾ താഴെ കണ്ടതല്ല, ഏറ്റവും ടോപ്പിലുള്ളതാണ് ഈ ശിലാലിഖിതങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയുള്ള ഗുഹ. അങ്ങനെ അവിടേക്ക് ഭയങ്കരമായിട്ട് താഴേക്ക് ഇറങ്ങണം കേട്ടോ നമ്മൾ. അതും ഇതേപോലെ സ്റ്റെയർ വെച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി വന്ന ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ശിലാലിഖിതങ്ങൾ. കണ്ടാൽ ഒന്നും മനസ്സിലാവില്ലെങ്കിലും അത്യാവശ്യം വർഷം പഴക്കമുള്ളതല്ലേ. അതുപോലെ അവർ നന്നായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലുണ്ടോ, ഗുഹയുടെ രണ്ട് സൈഡിലും ഇതുപോലെ മൊത്തം മുഴുവനായിട്ടില്ലെങ്കിലും ഒരു 3/4 ഭാഗത്തോളം മുഴുവൻ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതിയതാണോ, എങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നൊന്നും മനസ്സിലാവണില്ല കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ, എന്നിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് അത്ഭുതം. ഈ ഗുഹയാണ് ഞാൻ പറഞ്ഞത്, 2 പാറകളുടെ ഇടയിൽ വലിയൊരു പാറ വന്നിട്ട് വീണിട്ടാണ് ഈ ഗുഹ ഉണ്ടായതെന്ന്. പിന്നെ അത്രയും ഹൈറ്റിലൊന്നും എഴുതി പോയിട്ടില്ല. ശരിക്ക് ഒരു 2 ആളുടെ ഹൈറ്റിൽ മാത്രമാണ് ഇത് മുഴുവൻ എഴുതിയിട്ടുള്ളത്, ഈ ലിഖിതങ്ങളുള്ളത്. ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോൾ വരുന്നവർ മുഴുവൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു കയറാനുള്ള പരിപാടി നോക്കുകയാണ്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഒരുപാട് ആൾക്കാർ കയറി വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പറയും അയ്യേ ഇത്രയേ ഉള്ളൂ, എന്നിട്ട് തിരിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു ഇവിടെ. അങ്ങനെ ഞാൻ മെല്ലെ തിരിച്ചിറങ്ങാണ്. നമുക്ക് വന്ന വഴിയല്ല, തിരിച്ച് റൈറ്റ് സൈഡിലേക്കാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ മെല്ലെ റൈറ്റ് സൈഡിലേക്കുള്ള കോണി പിടിച്ചു. അവിടെ ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. സംഭവം ഒരു തവണ വന്ന് കാണാനുള്ളത് ഉണ്ട്. പിന്നെ ചരിത്രത്തെക്കുറിച്ചും ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഇതൊക്കെ വന്ന് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നോർമലായിട്ട് ടൂർ വരുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഇറങ്ങാനും കയറാനുള്ള ഏണികൾ കുറച്ച് വീതിയിലും കൂടെ വെക്കേണ്ടതായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് തിരക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.